കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ്. കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ്. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ്. കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ് താമരപ്പൂ. വെൽക്കം ടു ഡി വ്ളോഗ്സ് ആൻഡ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എന്താ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് തിരക്ക് പിടിച്ച പരിപാടികളൊക്കെ ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ ഫസ്റ്റ് കണ്ട എൻ്റെ ഉറക്കം ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊരു അഭിനയമൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് എണീറ്റ് ക്യാമറ ഒക്കെ സെറ്റാക്കി വെക്കണമല്ലോ ആദ്യം. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എണീറ്റ് ഫസ്റ്റ് എൻ്റെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു. സാധാരണ 9 മണിക്കൊക്കെ എണീക്കുന്ന ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് എണീറ്റു കേട്ടോ. 6 മണിക്ക് എണീക്കണമെങ്കിൽ ഞാനൊരു 5:30 മുതൽ അലാം വെച്ച് തുടങ്ങും. എന്നിട്ട് പിന്നെയും കിടന്നഴച്ച് പിന്നെയും കുറച്ചുകൂടെ ഉറങ്ങി എന്നിട്ടൊക്കെ ഞാൻ എണീക്കുള്ളൂ. അതുകൊണ്ട് 5:30 മണിക്ക് അലാം വെച്ച് തുടങ്ങും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടി. ഇനി പെട്ടെന്ന് പോയി ഫ്രഷ് ആവണം. എന്നിട്ട് വേണം നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇന്ന് ഫുൾ ബിസി ആയിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് റെഡി ആയിട്ട് ഇറങ്ങണം. ഫസ്റ്റ് നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. അത് എങ്ങോട്ടേക്കാണെന്നൊക്കെ ഞാൻ പറയാം. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു കാര്യമുണ്ട് കമൻസിലൂടെയൊക്കെ. അതിനൊക്കെ ഉള്ളൊരു ഉത്തരം ഞാൻ പറയാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി ബ്രഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ. രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുക, ഫേസ് വാഷ് ചെയ്യുക, സ്ഥിരം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മാമാഅർത്തിൻ്റെ റൈസ് ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസും നിയാസിനമൈഡും ആണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ല എന്നറിയാം. അല്ലെങ്കിൽ മാമാഅർത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് അടിപൊളിയായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അങ്ങനെ ഇതാ ഞാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇതെൻ്റെ പുതിയ ടോപ്പാണ് കേട്ടോ. ഇത് കല്യാണത്തിൻ്റെ സമയത്ത് എടുത്തതായിരുന്നു. ബട്ട് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇടുന്നത്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ഗൈസ്, മറന്നു. ആ സമയത്ത് എനിക്ക് ഈ ടോപ്പ് കുറച്ച് ലൂസായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എടുക്കാതെ ഇവിടെ വെച്ചിട്ട് പോയതായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങി. ബാക്കി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുടിയാണെങ്കിൽ നനഞ്ഞിട്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ അഴിച്ചിട്ടതാണ് കേട്ടോ. അവിടെ എത്താറാവുമ്പം ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് അമ്പലത്തിലേക്കാണ്. അതിനിടയ്ക്ക് ഞാൻ കൃഷി ബേബിനെ പോയി എടുത്തതായിരുന്നു. അവർ റെഡിയാവുന്ന സമയത്ത് എന്നോട് എടുക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അയ്യോ അവന് നാണായിപ്പോയി. ഇപ്പം ഹായ് പറയാനൊക്കെ ഭയങ്കര ഉഷാറാണ് കേട്ടോ. ഹായ് പറയുന്നുണ്ട്. അങ്ങനെ പിഷാരികാവിലേക്കാണ് കേട്ടോ പോകുന്നത്. കൊയിലാണ്ടി പിഷാരികാവിലേക്കാണ് പോകുന്നത്. അറിയായിരിക്കും, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കൊയിലാണ്ടിക്ക്. രാവിലെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ പോകാൻ ഇറങ്ങിയതായിരുന്നു. ബട്ട് കോട മഴ കാരണം ഇന്നേക്ക് മാറ്റി വെച്ചതാണ്. അങ്ങനെ ഇന്നാണെങ്കിൽ ഇന്നും മഴ. 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ അവിടുന്ന് വണ്ടി എടുക്കുകയാണ്. പിന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതെൻ്റെ ചേച്ചിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതല്ല, എൻ്റെ ചേച്ചിയും ക്രിഷ് ബേബിയും കൂടെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ക്രിഷ് കോർണർ. ചാനലിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. ബട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ ചേച്ചീനെയും ക്രിഷ് ബേബിനെയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. അപ്പം ഞാൻ ഖത്തറിലേക്ക് തിരിച്ചു പോയാലും ക്രിഷ് ബേബിനെയും ചേച്ചീനെയും ഒക്കെ നിങ്ങൾക്ക് ആ ചാനലിലൂടെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പേരാമ്പ്ര എത്തിയിട്ടുണ്ട്. അപ്പോഴും മഴ തന്നെയായിരുന്നു കേട്ടോ. മഴ ഇങ്ങനെ ചെറുങ്ങനെ പെയ്യുക, പിന്നെ കൂടി വരിക, അങ്ങനെ കളിക്കുകയാണ്. വണ്ടിയിൽ കയറിയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഞാനും ചേച്ചിയും അച്ഛനും ഏകദേശം മാച്ച് ആവുന്ന രീതിയിലുള്ള ഡ്രസ്സ് കളറാണ് കേട്ടോ ഇട്ടത്. പിന്നെ കൃഷും അമ്മയും ബ്ലാക്കാണ് ഇട്ടത്. അപ്പം ഞങ്ങൾ 3 പേരും അവർ 2 പേരും മാച്ച് ആക്കിയതാണ് കേട്ടോ. കൃഷു ഇതേ എനിക്ക് ഹൈഫൈ തരുകയാണ്. ഹൈഫൈ തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അങ്ങനെ നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ റോഡിലൊക്കെ ഫുൾ വെള്ളമാണ് കേട്ടോ. എങ്ങനെയില്ല
ഇല്ലാതിരിക്കും. 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് എത്തിയപ്പോഴാണെങ്കിൽ അതിലും ഭയങ്കരമായിട്ട് വെള്ളം കയറി കിടക്കുകയാണ് റോഡിൽ. അപ്പോൾ അതേ അപ്പുറത്തെ സൈഡിൽ ഒരു ചേട്ടൻ ബൈക്ക് കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലൊരു കാർ ഉണ്ടായിരുന്നു നേരത്തെ, അവരിവിടെ വരെ വന്നിട്ട് തിരിച്ച് പോവുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ തിരിച്ച് പോകണോ എന്നുള്ള ഇങ്ങനെ കൺഫ്യൂഷനിൽ കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ കുറച്ച് പുറകിലായിട്ട് കുറച്ച് ചേട്ടന്മാരെ കണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അതുവഴി പോവണ്ട, വേറെ റൂട്ടൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ ഏതൊക്കെയോ വഴിയിലൂടെ നമ്മൾ എന്തായാലും അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിലെത്തി അവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഏതാണ്ട് തിരിച്ച് പോകാനുമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ചേച്ചി ഇനി തിരിച്ച് പോകുന്നില്ലേ, ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകുന്നില്ലേ എന്നൊക്കെ ഉള്ളത്. അതിനൊക്കെയുള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തൊഴാൻ പോവുകയാണ്, ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഫോണൊക്കെ ഞാൻ പൂട്ടി എൻ്റെ ബാഗിൽ വെച്ചു. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി, നമുക്ക് പ്രസാദവും എല്ലാം കിട്ടി. നമ്മളെ വഴിപാടിനുള്ള 2 പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ചന്ദനം തൊട്ടത് കൃഷി ഇങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു. എൻ്റെതൊക്കെ ഇങ്ങനെ മായ്ച്ച് കളയാൻ നോക്കുന്നുണ്ട്. അവരിങ്ങനെ തൊട്ട് നോക്കാൻ വേണ്ടി അമ്മയുടെയും എല്ലാവരുടെ അടുത്തും പോയിട്ട് അത് മായ്ക്കാനാണ് നോക്കുന്നത്. ഇതാ നമ്മുടെ പായസം, 2 പാക്കറ്റ് പായസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പേരാമ്പ്ര ശ്രീലക്ഷ്മിയിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. കാരണം നമുക്കിവിടുന്ന് ഇനിയും പർച്ചേസ് ഉണ്ട്, പേരാമ്പ്രയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത്രയും സമയം എന്തായാലും വിശന്നിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രീലക്ഷ്മിയിൽ കയറി ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു, ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ശ്രീലക്ഷ്മിയിൽ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ദോശ, മസാല ദോശ ഓർ നെയ് റോസ്റ്റ്. ഇപ്പോൾ പക്ഷേ അവിടെ കുറേ ഐറ്റംസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഞാനും ചേച്ചിയും അച്ഛനും മസാല ദോശയാണ് പറഞ്ഞത്. അമ്മയ്ക്കും കൃഷ്ണനും കൂടെ നെയ് റോസ്റ്റ് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ദോശയൊക്കെ വന്നു. അച്ഛൻ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ, കാരണം അതിൻ്റെ താഴെയൊന്നും പാർക്കിംഗ് ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഫിയും വന്നു. അതൊക്കെ കഴിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരെ ട്രെൻഡ്സിലോട്ടാണ് പോയത്. എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എപ്പോഴാണ് തിരിച്ച് പോകുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അത്ര ദിവസമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നേരെ ഡ്രസ്സൊക്കെ നോക്കി തുടങ്ങി. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ കുറേ എടുത്ത് ട്രയൽ ചെയ്തു കേട്ടോ. ബട്ട് ഇട്ട് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ബട്ട് ഇട്ട് നോക്കുമ്പോൾ എന്തോ ഒരു മാച്ച് ആവാത്ത പോലെയോ അങ്ങനെയൊക്കെ തോന്നി. അങ്ങനെ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അതാണെങ്കിൽ എനിക്ക് കാണിക്കാനും പറ്റിയില്ല, ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, പെട്ടെന്ന് വീട്ടിലെത്തണമായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ ബാറ്റേൻ്റെ ഷോപ്പിലേക്കാണ് പോയത്, ഫുട്വെയറിൻ്റെ. അവിടെ നിന്നൊരു ചെരുപ്പ് എടുത്തു. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ആക്ച്വലി അവിടുന്ന് ചെരുപ്പൊക്കെ എടുത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ ഇതാ ചെരുപ്പ് ഇതിൽ ഉണ്ട്, അയ്യോ ഞാൻ കാണിക്കായിരുന്നു, അപ്പോഴും എൻ്റെ അടുത്ത് വിട്ടുപോയി കാണിക്കാനായിട്ട്. അങ്ങനെ പെട്ടെന്ന് ഓടിയതല്ല കാറിലാണ് വീട്ടിലെത്തി. ഉച്ചയ്ക്ക് ചോറും നമ്മൾ പാർസൽ വാങ്ങിയതായിരുന്നു കേട്ടോ. കാരണം എത്തുമ്പോഴേക്കും 3 മണി 3:30 എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഫുഡ് കഴിക്കാനൊന്നും ടൈമില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അതൊന്നും വീഡിയോ എടുക്കാനായില്ല. അതൊക്കെ കഴിച്ച് നമ്മൾ വൈകുന്നേരമായി. നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് കിടക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ടി-വിൻ്റെ മുന്നിൽ ഇവിടെ വന്നിരിക്കുന്നത്. TV കാണുകയാണ്. ഞാനും അമ്മയും കൂടെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പോകുന്നതിൻ്റെ കാര്യവും പാക്കിങ്ങും പിന്നെ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയായിട്ട് ഓരോന്നൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പായി തുടങ്ങി കേട്ടോ. ഉച്ചയ്ക്ക് കഴിച്ച ചോറായിരുന്നു, പിന്നെ വൈകിട്ട് ഒരു സമൂസ കഴിച്ചായിരുന്നു. ബട്ട് അതൊന്നും ഇവിടെ എത്തിയില്ല ഗൈസ്. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ മുട്ട ഉണ്ടാക്കി തന്നു. മുട്ടയാണെങ്കിൽ എനിക്കിങ്ങനെ 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി നല്ല കട്ടിയിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതും നല്ലോണം ഉള്ളിയും നല്ല പച്ചമുളക്, എരിവുള്ള പച്ചമുളകൊക്കെ ഇട്ടുണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാനും ചേച്ചിയും കൃഷിയും കൂടെ മുട്ടയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. കാരണം അതിൽ ഞാൻ പറയും കേട്ടോ ഞാൻ എപ്പോഴാണ് പോകുന്നത്, എൻ്റെ പാക്കിങ്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ കൃഷ്ണൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.